വെൽക്കം ടു കേരള ടെക് അക്കാഡമി. കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമുക്ക് ഷുവറായും ഇസ്രോയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഏരിയയിൽ നിന്നാണ് ഞാൻ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, റഡാറാണ്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ഇതിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആരും ഈ വീഡിയോ കാണുന്ന ആരും ആ ചോദ്യം എക്സാം എഴുതുന്ന ആരും ആ ഒരു ചോദ്യം മിസ്സാവില്ല, കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു റഡാർ നമുക്ക് പഠിക്കാം. റഡാർ ഒന്നുമില്ല, ഒരു ഡിറ്റക്ഷൻ സിസ്റ്റമാണത്. അത് യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്, അതായത് ലോ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, റഡാറിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയുടെ ഒരു ഇത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ റേഡിയോ ഫ്രീക്വൻസിയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, റഡാർ എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതായത് ബേസിക്കായിട്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു നമ്മൾ EM അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മളൊരു ഒബ്സ്റ്റക്കിളിലേക്ക് അയക്കുന്നു, ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ഒബ്സ്റ്റക്കിൾ തട്ടി തിരിച്ച് നമ്മുടെ ആൻറ്റിനയ്ക്ക് ഒരു ആൻറ്റിന യൂസ് ചെയ്ത് നമ്മൾ EM വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് ഒബ്സ്റ്റക്കിളിൽ പോയി തട്ടുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഒരു സിഗ്നൽ നമ്മുടെ റിസീവറിലേക്ക് വരുന്നു. ആ സിഗ്നലിനെ നമ്മൾ വിളിക്കുന്നു എക്കോ സിഗ്നൽ എന്ന് വിളിക്കുന്നു. ആ സിഗ്നൽ നമ്മുടെ ഇവിടെ എത്തുന്നു, നമ്മുടെ റിസീവർ എൻഡിലേക്ക് എത്തുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സമയം വെച്ചിട്ടാണ് നമ്മളതിൻ്റെ എത്ര ദൂരമാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഈ നമ്മുടെ ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് ഉള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബേസിക് റഡാർ സിസ്റ്റത്തിൽ മെയിനായിട്ടൊരു ഡ്യൂപ്ലെക്സർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതായത് വേറെ ഒന്നുമല്ല, ഡ്യൂപ്ലെക്സർ ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അലൗസ് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട് ഡയറക്ഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് എന്താണ് ഡ്യൂപ്ലെക്സർ എന്ന് വിളിക്കുന്നത്. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും, റിസീവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്കൊരു ആൻറ്റിനയുണ്ട്. ഓക്കെ, ഒരു ആൻറ്റിനയുണ്ട്. ആ ആൻറ്റിനയിൽ നമ്മൾ വേണ്ട സിഗ്നൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഒരു പ്ലെയിനാണ്, ആ പ്ലെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ച് ആ ആൻറ്റിന തന്നെ റിസീവും ചെയ്തു. ഓക്കെ, ഇതിനൊരു നിശ്ചിതമായ ഒരു സമയം എടുത്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഒരു ടൈം T എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസിനെ, മൊത്തമായ ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് വിളിച്ചാൽ, ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൈഡും പോകാൻ എന്തെന്നു 2R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വന്നു. അത് ഈക്വൽ ടു ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ സ്പീഡ് എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്പീഡ് ഇൻറ്റു എന്താണ് ബേസിക്കായിട്ട് എത്ര സമയം എടുത്തു, സ്മോൾ ടി സമയം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബേസിക്കായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ മൊത്തം നമ്മുടെ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് CT ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും നമ്മുടെ മൊത്തം ഉള്ള ഡിസ്റ്റൻസ്. നമുക്ക് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മൊത്തം റിഫ്ലക്റ്റ് ചെയ്ത് വന്ന് ട്രാൻസ്മിറ്ററിലേക്ക് മീൻസ് നമ്മുടെ ആൻറ്റിനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ് T എന്ന്. C എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. എന്താണെന്നറിയാം, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. R എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് ഡിസ്റ്റൻസ് കാണാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സിഗ്നൽ, ഒരു പൾസ് ഓഫ് വിഡ്ത്ത് സേ ടോ, ഒരു പൾസ് ഓഫ് വിഡ്ത്ത് ടോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മുടെ ഒബ്സ്റ്റക്കിളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് വിത്ത് എ ടൈം പീരീഡ് T എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിഗ്നൽ നമ്മുടെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ അടുത്ത സിഗ്നൽ ഈ സിഗ്നൽ പോണേക്കാട്ടിലും മുന്നേ നമുക്ക് എന്ത് കിട്ടണം, നമ്മൾ ഈ അയച്ച സിഗ്നൽ റിസീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അത് ഒന്നുമില്ല, ഈ ഒരു നമ്മൾ ടോ എന്ന് പറഞ്ഞ സിഗ്നൽ വിടുന്നു. ആ ഒരു ടോ എന്ന് പറഞ്ഞ സിഗ്നൽ അടുത്ത ടോ വിടുത്തുള്ള സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ റിസീവർ എൻഡിലേക്ക് നമ്മൾ ആദ്യം ഈ വിട്ട സിഗ്നൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തെത്തണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ഡിറ്റക്ഷൻ നടക്കില്ല. അപ്പോൾ ഫോർ എ റിലയബിൾ ഡിറ്റക്ഷൻ ദ എക്കോ പൾസ് മസ്റ്റ് ബി റിസീവ്ഡ് ബിഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് സെക്കൻഡ് പൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം ക്യാപിറ്റൽ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇതായിട്ട് എഴുതാം. നമ്മുടെ ഒരു റേഞ്ച് ഓഫ് ഡിറ്റക്ഷനാണ് എപ്പോഴും എന്തായിരിക്കും, C × T ഡിവൈഡഡ് ബൈ 2. ഈ ടീനെ ഞാൻ T ആയിട്ട്, T എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ടൈം പീരീഡ് ഓഫ് ആ പൾസ് അല്ലെങ്കിൽ ആ പൾസ് അയക്കുന്നതിൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിനെയാണ് T എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു C × T ബൈ 2. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേരിട്ട് വിളിക്കാം, അൺആംബിഗസ് റേഞ്ച് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എപ്പോഴും ഈ റേഞ്ച് എന്ന് പറയുന്നത് C × T ഡിവൈഡ് ബൈ 2 ആയിരിക്കും. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം പീരീഡ് ഓഫ് ദ പൾസ്. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് ഒരു രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ ഒരു പൾസ് അയച്ചിരുന്നു, അതേ സ്ഥലത്ത് നിന്ന് വേറെ പൾസും അയച്ചിട്ടുണ്ട്. ഈ രണ്ട് പൾസും അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഈ പൾസും തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ രണ്ട് പൾസ് അയച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പൾസും ഇത് നമ്മുടെ എക്കോ പൾസാണ്. ഇത് നമ്മുടെ EM അല്ലെങ്കിൽ സെൻഡിങ് പൾസ് ആണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഒരു എക്കോ പൾസ് വരും, ഇതിലും ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വേറെ എക്കോ പൾസ് വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ വളരെ സിമ്പിൾ തന്നെയാണ്, ഒന്നുമില്ല. ഇതിൻ്റെ നമ്മൾ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തുന്നത്. ഈ രണ്ട് ഒബ്ജക്റ്റിനും നമ്മൾ ഒബ്ജക്റ്റ് 1ൻ്റെയും ഒബ്ജക്റ്റ് 2ൻ്റെയും നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തണമെങ്കിൽ say that distance be d and equal to c into e time t2 minus t1 divided by 2 ആയിരിക്കും. ഇനി ഇത് എത്രത്തോളം മാക്സിമം ഇത് ഡിഫറൻസ് ആവാം, എത്ര മാക്സിമം ആവാം? ഈ എഡ്ജും ഒരേപോലെ എത്തുന്ന ആ സമയം വരെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അത്രയും മാക്സിമം ഡിസ്റ്റൻസ് അത് എത്താൻ പറ്റുള്ളൂ. ഈ ഒരു ഡിഫറൻസ് സാധിക്കുകയുള്ളൂ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ ഒരു T2 മൈനസ് T1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ടോ ഡിസ്റ്റൻസ് ആയിരിക്കും. ടോ ബൈ 2. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വിഡ്ത്ത്, നമ്മൾ അയക്കുന്ന പൾസിൻ്റെ വിഡ്ത്തിനെയാണ് ടോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതാണ് നമുക്ക് ഒരു ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റഡാർ റെസൊല്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. മാക്സിമം അതിൻ്റെ റഡാർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആണ് D = C × ടോ ബൈ 2. അതായത് മിനിമം ഡിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ എ റഡാർ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഇത് ആണ് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ISRO ചോദിക്കുന്ന ഒരു പാർട്ട്. ഓക്കെ, അപ്പോൾ റഡാർ റേഞ്ച് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ റേഞ്ചിൻ്റെ റഡാർ റേഞ്ച് എത്രത്തോളം, അതിൻ്റെ നമ്മളൊരു ഇക്വേഷനാണ്. എത്ര റേഞ്ച്, ആ റേഞ്ച് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയാണ് ഞാൻ പറയാൻ പോകുന്നത്. കൺസിഡർ എ ഡ്യൂപ്ലെക്സർ റഡാർ സിസ്റ്റം വിത്ത് എ ആൻറ്റിന ഓഫ് PT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് പവർ. ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പവർ നമ്മൾ PT എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ ഡെൻസിറ്റി അറ്റ് ദ point will be equal to PT divided by 4πr². ഓക്കെ, അതായിരിക്കും ഇവിടുത്തെ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, PT ആണ് ട്രാൻസ്മിറ്റഡ് പവർ എങ്കിൽ. ഇനി നമുക്കതിൻ്റെ ഗെയിൻ G ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റു G ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പോയി ഇതിൻ്റെ റിസീവർ സൈഡിലുള്ള റഡാർ ക്രോസ് സെക്ഷൻ ഓഫ് ദ ടാർഗറ്റ്, ഇതിനൊരു പ്രത്യേക ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത്ര പാട്ടാണോ അതോ ഇത്ര പാട്ടാണോ, അതിനൊരു പ്രത്യേക ക്രോസ് സെക്ഷനിൽ പോയിട്ടാണല്ലോ എടുത്തിട്ട് വരിക. അപ്പോൾ അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ ഓഫ് ദ ടാർഗറ്റ് സേ ഇറ്റ് ആസ് സിഗ്മ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇൻറ്റു സിഗ്മ കൂടി ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ശരിക്കുള്ള പവർ ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ. എന്താണ്? PT divided by 4πr² ഇൻറ്റു G ഇൻറ്റു സിഗ്മ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് എന്താ വെച്ചാൽ ഇതുവരെ അവിടെ പോയി ഹിറ്റ് ചെയ്തു, ഇൻസിഡൻ്റ് ആയി, ഇനി അത് റിഫ്ലക്ട് ചെയ്ത് ഇവിടെ എത്തുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പവർ റിസീവ്ഡ് ബൈ ദ റഡാർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിന. നമ്മൾ S എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PT ഇൻറ്റു G ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു 4πr² ഇൻറ്റു AE. ഓക്കെ, PT എന്താണെന്നറിയാം, G ഗെയിൻ ആണെന്നറിയാം, സിഗ്മ അറിയാം, റഡാർ ക്രോസ് സെക്ഷൻ ഓഫ് ദ ടാർഗറ്റ് എന്നറിയാം. ഇനി നമുക്ക് AE എന്താണെന്ന് അറിയാത്ത. AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, AE ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് അപ്പാർച്ചർ ഓഫ് ദ ആൻറ്റിന. നമ്മുടെ ആൻറ്റിനയുടെ അപ്പാർച്ചറിനെയാണ് എന്ത് പറയുന്നത്? എഫക്റ്റീവ് അപ്പാർച്ചറിനെയാണ് AE എന്ന് വിളിക്കുന്നത്. അപ്പോൾ AE എന്ന് പറയുമ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. AE വിൽ ബി ഈക്വൽ ടു λ² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഗെയിൻ. ലാംഡ അറിയാം, വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ ആയിരിക്കും, G നമ്മുടെ അതിൻ്റെ ഗെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാണ് ശരിക്കുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ
വരുന്നത് ഇത് റിസീവിങ് എൻഡിൽ വരുന്ന പവർ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ പവർ ഡെൻസിറ്റി അല്ലെങ്കിൽ പവർ റിസീവ്ഡ് ആണ് എന്ത് എസ് അതൊന്ന് പി ടി ഇൻറ്റു ജി ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു 4πr² ഇൻറ്റു എ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതും നമുക്ക് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി ഇത് നമുക്ക് ചോദ്യങ്ങൾ ഒരു സിമ്പിളായിട്ടൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇത് നമുക്ക് ആർ എന്താണെന്ന് എടുത്തെഴുതാം. ഇതിന്ന് നമുക്ക് ആർ എന്താണെന്ന് എടുത്തെഴുതാം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പി ടി ഇൻറ്റു ജി ഇൻറ്റു സിഗ്മ ഇൻറ്റു എ ഇ ഹോൾ ഡിവൈഡഡ് ബൈ 4π² ഇൻറ്റു എസ് ഹോൾ റൈസ് ടു 1/4. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ആർ എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനിലാണ് നമുക്ക് കിട്ടി, പി ടി, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന പവർ ഡെൻസിറ്റിയുടെ റേസ് ടു 1/4 ആണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇനി ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു 1/s ഇൻറ്റു ഹോൾ റേസ് ടു 1/4. എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റിസീവിങ് പവറാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് റിസീവിങ് പവറിനെ 1/4 ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു ഹോൾ റേസ് ടു 1/4 ആണെന്ന് അറിയാം. ഇതൊന്ന് നമുക്ക് കിട്ടുന്നതാണ്. വേറെ ഒരു സംഭവം കൂടി കിട്ടും. വേറെ ഒന്നും കൂടി നമുക്ക് എഴുതാം. ആർ ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ജി. എങ്ങനെയാണ് റൂട്ട് ജി? ഇവിടെ ജി ഉണ്ട്, എയിന് നമ്മൾ ഇവിടെ ഒരു ജിയും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് വരും, ഇവിടെ ജി സ്ക്വയർ വരും. ജി സ്ക്വയർ ഇൻറ്റു ജി സ്ക്വയർ ജി റേസ് ടു 2 ഇൻറ്റു 1/4 വരുമ്പോൾ എന്ത് വരും, ജി റേസ് ടു 1/2 വരും. അപ്പോൾ റൂട്ട് ജി, ആ റൂട്ട് ജി ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ജി. അങ്ങനെ നമുക്ക് അവസാനം ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ലാംഡ എന്നും നമുക്ക് എഴുതാം. ലാംഡ സ്ക്വയർ ആണ്. ലാംഡ സ്ക്വയർ ഇവിടെ വരുമ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു 1/4 വരുമ്പോൾ വീണ്ടും ലാംഡ ഇൻറ്റു 1/2 വരുമ്പോൾ റൂട്ട് ലാംഡ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന്ന് ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യം ഈ ഭാഗത്തുനിന്ന് നന്നായി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയയാണ്. നിങ്ങൾ ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ഐസ്രോൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, റഡാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇക്വേഷൻ തന്നെ ആയിരിക്കും എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ¿Qué